إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم സത്യ വിശ്വാസിമാരെ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു തആല പേടിച്ച് ജീവിക്കുന്ന ചൊത്തു സ്വന്തത്തെ മറക്കാണ്ട് എല്ലാവരോടും വസിയത്താക്കിയിട്ടുള്ള ഉപദേശിച്ചിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പേടിച്ച് ജീവിക്കുന്ന മുഅ്മിനായ ആൾമാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ആക്കി തീർക്കട്ടെ. ഇവിടെ ഒട്ടികായതുപോലെ ജന്നാത്തുൽ ഫിർദൗസ് ഒട്ടികാവുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഖുതുബത്തിൽ ഈദ് മീലാദ് ആചരണ ആക്കുന്നത് ബിദഅത്ത് ചൊല്ലുന്നത് നമ്മൾ മനസ്സിലാക്കിയ കഴിഞ്ഞ 2, 3, 4 ഇന്നലെ മുഞ്ഞാണ്ടേക്ക് ഞങ്ങളുടെ സമൂഹത്തിൽ ആ ഒരു അനാചാരം നടന്നതും നമ്മൾ നോക്കിയ റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ബിർസ ചൊല്ലുന്നു. നബി കാട്ടാത്തതും സഹാബിരങ്ങ ആക്കാത്തതും അന്നത്തെ നാളെ സ്പെഷ്യൽ ആയിട്ട് ദിക്റും ദുആ അതും മൈക്കിൽ വിളിച്ചിട്ട് ചോർ പമ്പിട്ടിട്ട് ആൾമാർക്ക് ഉപദ്രവ പോലും നിസ്കാരത്തിന് ഉപദ്രവ പോലും എല്ലാ രീതിയിലുള്ള അനാചാര നമ്മുടെ സമൂഹത്തിൽ നടന്നതും നാം നോക്കിയ അങ്ങനെ ഇതെല്ലാം ആക്കുമ്പോഴത്തേക്ക് ചൊല്ലുന്നത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള ബിർസൈ ദിക്ർ. നബിയുടെ മേല് ബിർസ ഇല്ലാത്ത നൈതിക്രാറ് റബീഉൽ അവ്വൽ 12 നബിദിന ആഘോഷ ആക്കാതങ്ങ ആക്കരം കൈ ദിക്ർ ബിർസ ഉല്ലേ ചൊത്തു അങ്ങ് ചൊല്ലുന്നത് നമുക്ക് കാണാൻ സാധ്യം. നേരായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിർസ ആക്കരെ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബ് എന്തിരെ ഖുർആനും ഹദീസും സഹാബികളുടെ ജീവിതത്തിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധ്യവും എങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിർസാക്കനായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിർസാക്കനായ ഇത്തിബാഅോട് കൂടി എത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഫോളോ ആക്കിയിട്ട് നബിയെ ഇത്തിബാ ആക്കിയിട്ട് എത്തിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിർസാക്കനായി. അങ്ങനെയെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ബിർസ ഞങ്ങളുടെ മേലിക്കരെ
ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. ഖുൽ നബിയെ ചൊല്ലു ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുறாருണ്ടായെങ്കിൽ, അല്ലാഹുവിന്റെ മേൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായെങ്കിൽ ഫത്തബിഊനി, റബീഉൽ അവൽ 12 നന്റെ ജന്മദിന ആഘോഷിക്കുറുണ്ടല്ല ചൊല്ലി. ഫത്തബിഊനി, നന്റെ നിങ്ങ ഫോളോ ആക്കുറു, നന്റെ നിങ്ങ ഇത്തിബാ ആക്കുറു. യുഹ്ബിബുകുമുല്ലാഹ്, അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ബിർസാക്കറ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ എല്ലാ തെറ്റുകളും അല്ലാഹു മാഫാക്കി തന്ന. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറും റഹീമുമായി തിക്ര ചൊല്ലെ തിക്ര അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാട്ടത്. അപ്പോൾ യഥാർത്ഥ രൂപത്തിലുള്ള ബിർസ അതേ തിക്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ആക്കി തെറ്റിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ, നന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗ്ഗത്തിൽ കൊണ്ടാകും, നന്റെ ഫോളോ ആക്കാത്തങ്ങ മുട്ടുന്നു, നന്റെ അനുസരിക്കാത്തങ്ങ അത് സ്വർഗ്ഗത്തിൽ പോണ്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റോട്ടിಗೆ സാബിനെ കേട്ടാറ് വമൻ യാബ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങളെ ഫോളോ ആക്കാത്തങ്ങ ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രേ മൻ അത്വാഅനി ദഖലൽ ജന്ന, അല്ലേ റബീഉൽ അവൽ 12 നബിദിന ആഘോഷിച്ചങ്ങ നന്റെ ഫോളോ ആക്കിയങ്ങ അങ്ങനെ അല്ല. മൻ അത്വാഅനി, നന്റെ പിൻപറ്റിയങ്ങ, നന്റെ ഫോളോ ആക്കിയങ്ങ, നന്റെ അനുസരിച്ചങ്ങ അങ്ങ ദഖലൽ ജന്ന, അങ്ങ സ്വർഗ്ഗത്തിൽ കൊണ്ട. വമൻ അസാനി, നന്റെ ധിക്കരിക്കറങ്ങ, നാ ചൊന്നതിಗೆ എതിർ പ്രവർത്തിക്കറങ്ങ, ഫഖദ് അബാ, അങ്ങ നന്റെ ഫോളോ ആക്കാത്തങ്ങ, അങ്ങ നന്റെ വിസമ്മതിച്ചങ്ങ ചൊന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിൽ നമുക്ക് പഠിപ്പാട്ടി തന്നത് കാണും. അപ്പൊ നേരായിട്ടുള്ള പിർസാദൈത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാനായിട്ട് എല്ലാ രീതിയിലുള്ള ജീവനത്തിൽ ഒരു നാളും സുബൈഹ് ബെഡ് എനിക്കിരുന്ന് പിടിച്ചിട്ട് ജാവുക ബെഡ് റിട്ടേൺ പോണ്ടോട് തോരുള്ളേ ഒരു സ്റ്റെപ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോളോ ആക്കിയിട്ട് ജീവിക്കാനാ അവിടെ എത്തിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ രൂപത്തിൽ ബിർസാക്രവണ ചൊന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടി തന്നത് കാണും. അല്ലേ സഹാബികളുടെ ബിർസ നമുക്കില്ലല്ലേ? സഹാബികളുടെ ജീവൻ എന്തിനെ? സഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിർസാക്കിയതായ ചരിത്ര എത്ര സംഭവ നമുക്ക് കാണാൻ സാധ്യം. അവലെ ജീവനത്തിൽ അവലെ ജീവത്തൻ യാറ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിർസാക്കി ഇന്നാർ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിർസാക്കില്ലണ്ടായെങ്കിൽ അവൻ കാഫിർ എത്തിക്കറ. അല്ലേ നബിയെ ആത്മാർത്ഥമായിട്ട് ബിർസാക്കിയെങ്കിൽ മാത്രമേ അവൻ യഥാർത്ഥ മുഅ്മിനാവാൻ സാധ്യമാവൂ. ഒരാള് അവನು ಬಿರ್ಸ ಇಲ್ಲ, ನಬಿಯ ಮೇಲೆ ಬಿರ್ಸ ಇಲ್ಲ, ಆಯಂಗ ನಿಸ್ಕರಿಕರ ನೋವು ಬಿಡಿಕರಂಟಾಯಂಗಿ ಅವನಿಗೆ ಇಸ್ಲಾಂ ಅಂಗೀಕಾರ ಉಂಡ ಇಲ್ಲ. മനസ്സാര ബിർസവേನು കാലി കാട്ടി മുട്ടോണുകല്ല. ഒരാൾക്ക് മനസ്സിൽ ബിർസൊന്നു മാത്രമാണ് നബിയെ ഫോളോ ആക്കിയില്ല, ആയെങ്കുമ്പോ അവന് മുസ്ലിം ചൊല്ലിയ ഒരു പേര് ഒരു ഇസ്ലാമിൽ ഒരു അംഗീകാരമുണ്ട്. അല്ലേ? അപ്പൊ മനസ്സാര ബിർസവേನು അതേ തിക്കറ് ഞാൻ ഗൗരവമായി താഴ്ചനാക്കുന്നില്ലേ. സഹാബികളുടെ ജീവത്തായിട്ട് യാറ അങ്ങനെ സമ്പത്ര കാണ്ടി യാರ, അങ്ങനെ കുടുംബത്താಂಟಿ യാರ, അങ്ങനെ അപ്പന്മാരാಂಟಿ, അങ്ങനെ മക്കളെ കാണ്ടി എല്ലാ രീതിയിലും അവരുടെ ജീവിതത്തിൽ എന്ത് ഇമ്പോർട്ടന്റ് ഉണ്ടാ ಅದರ കാണ്ടി യാರ അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിർസാക്കിറാರು ചൊല്ലിത്തിക്കറ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമാണ്. ഓരോ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതൊരു കേട്ടുകൊണ്ടതായ ഒന്നല്ല. എത്രമാവട്ടെ നമ്മൾ ചരിത്ര കേട്ട മാത്രം നമ്മുടെ ജീവിതത്തിൽ അത് അളവടിಸಿರಾಮ ചൊല്ലുന്നത് ഗൗരവമായി തങ്ങൾ ചനാക്കും. അല്ലേ? അങ്ങനെ ഗൗരവമായിട്ട് ചരിത്ര കേൾക്കുമ്പോൾ സംഭവ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. നോക്കൊരു സഹാബിരങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിർസാക്കി രൂപ എങ്ങനെ ഇബ്രാഹിം ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇബ്രാഹിം ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ചൊല്ലുറേ മാ മസസ്തു ഫർജി ബിയമീനി മുൻദുൻ ബായഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ ബദ്ധ കൈ കൊണ്ടുത്തു നന്റെ പ്രൈവറ്റ് പാട്ട തൊട്ടുട്ടിക്കാല, അതായത് മൂത്രവിത്തമാകുമ്പോ അല്ലെങ്കിൽ വേറെ ഒരു രൂപത്തിൽ നന്റെ ബദ്ധ കൈ കൊണ്ടുത്തു നാണ് പ്രൈവറ്റ് പാട്ട് തൊട്ടിട്ടില്ല. ഏതിൽ പിന്നെ മുൻപ് ബായഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ആക്കിയതിൽ പിന്നെ ഒരു നബിക്ക് കൊടുത്ത കൈ അത് നന്റെ കൈ
ನನ್ನ ಜೀವನത്തിൽ പിന്നെ ಬೆಳಕಿಗೆ ನಾನು ಯೂಸ್ ಆಗ್ತಿಲ್ಲ. അതായത് പ്രൈവറ്റ് പാട്ട് ನನ್ನ ಜೀವನത്തിൽ ನಾನು ತೊಟ್ಟಿಲ್ಲ. അതിൽ പിന്നെ അത്ര തോലു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ആദരിച്ചു ഇന്നാറ് ബഹുമാനിച്ചു ഇന്നാറ് സഹാബിരാണ് അല്ലേ. അത് മാത്രമല്ല അനസ് റളിയല്ലാഹു അൻഹു ചൊല്ല പൽക ലഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഹല്ലാഖു യഹ്ലിഖുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നോക്കിര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കു ബാർബർ മുടി കട്ടാക്കി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ മുടി ഗീസി വയ്ക്കുമ്പോൾ വഅതാഫ ബിഹി അസ്ഹാബുഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിമാർ നബിയുടെ ചുറ്റിലേ ഇന്നാറ് അങ്ങനെ ഇവർ പോയിട്ടില്ല. എന്തെങ്കിൽ ഫമാ യുരീദൂന അൻ തഖഅ ശഅറതൻ ഇല്ലാ ഫീ യദിൻ റജുലിൻ. ആ മുടിയെ ആരെ ഒരു കൈക്ക് കിട്ടുക വേണ്ടിട്ട് അങ്ങ് കോശിഷാക്കി ഇന്നാറ് ആ മുടി ആർക്കും വിട്ടുകൊടുക്കാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി നക്ക് കിട്ടണം ചൊല്ലിയ ഉദ്ദേശത്തിൽ സഹാബിമാർ നബിയുടെ മുട്ടനെ ഇന്നാറ് അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലി എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിക്കുള്ള തീർച്ചയായിട്ടും നബിയുടെ മുടിയാവട്ടും നബിയുടെ വിയർപ്പാവട്ടും അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒലുവാക്കി തന്നി സമയത്ത് അങ്ങ് വിട്ടുമില്ല ಅಂತ ആ തന്നീരും ആ വിയർപ്പിനെ എടുത്തിട്ട് തടിക്ക് വർഷം ഇന്നാറ് അതിൽ ബർക്കത്തെടുത്തു ഇന്നാറ് ചൊല്ലിത്തിക്കറ് ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യത. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിക്കുള്ള ബഹുമാനൈത്തിക്കറ് നബിയൊട്ടിക്കുള്ള ആദരവൈത്തിക്കറ് നബിയൊട്ടിക്കുള്ള പിർസൈത്തിക്കറ് അത് നമുക്ക് കാണുക സാധ്യത. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചൊല്ലറെ മാ കാന അഹദുൻ അഹബ്ബു ഇലയ്യ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റക്കാണ് യാർ ನನ್ನ ಜೀವನದಲ್ಲಿ ನಾ ಒರಾಲಂ ಪಿರ್ಸಾಗಿ ತಿಕ್ಕಾಲ ನಕ್ಕಿ ಅಲ್ಲಾಹ್ ತಾಂಟಿ ಯಾರ ಪಿರ್ಸ ನನ್ನ ನಬಿರೊಟ್ಟಿಗೆ ಇತ್ತಿಕ್ಕರು അങ്ങനെ സബ് വല അജല്ല ഫി ഐനി മിൻഹു നബിയുടെ കണ്ണ് ನನ್ನ നോട്ട നക്ക് നോക്കുക സാധ്യമായിട്ടില്ല ಅಂತ ആദരവുలు ബഹുമാനത്തിൽ നബിയുടെ കണ്ണുകൾ നബിയുടെ മുഖത്തിൽ ನನ್ನ കണ്ണ് അത് തുറിച്ചിട്ട് നോക്കുക നക്കായുണ്ടില്ല ಅಂತ അതിൽ വെച്ചുള്ള വമാ കുന്തു തീഖാൻ അംല ഐനയ്യ മിൻഹു ഇജ്ലാലൻ ലഹു. അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ನನ್ನ ಎದುರುgu ಬಂದೆಂಗೆ ನಾನು ತಲೆ ಕೀಳಾಕಿ ನಿನ್ನ ಕಾರಣ ಆದರವು ಬಹುಮಾನ. പിന്നെ ಹೇಳ್ತಾರೆ ವಲವು ಸುಇಲ್ತು ಅನ್ ಅಸಿಫಹು ಮಾ ಅತഖತು. ನನ್ನೊಟ್ಟಿಗೆ ಒರಾಲಿ ನಬಿಯ ಮೊಗ ಎങ്ങനെ ಇಂತು ಚೊತ್ತು ವಿಶೇಷಣ ಕೇಟೆಂಗೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಮೊಗ ಎങ്ങനെ ಇಂತು ಚೊತ್ತು ನನ್ನೊಟ್ಟಿಗೆ ಕೇಟೆಂಗೆ ನಕ್ಕು ಚೊಲ್ಲುಗು ಸಾಧ್ಯ ಆಯಿತಿಲ್ಲ ಅಂತ. ಕಾರಣ നബിയ മുഖത്തേക്ക് തന്റെ കണ്ണെടുത്ത് നാം നോക്കുകയില്ല ಅಂತ അത്തര ആദരിച്ചു ഇന്ന അത്തര ബഹുമാനിച്ചു ഇന്ന അത്തര പിർസാക്കി ഇന്ന ചൊല്ലിത്തിക്കറ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നമുക്ക് പടിപാട്ടി തന്നിരിക്കുകയാണ്. സഹാബികൾ അങ്ങനെ ഇത്തിದ್ದಾರೆ സഹോദരന്മാരെ. അവരുടെ ജീവനത്തെ യാര അവരുടെ എല്ലാത്തെ യാര നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിദ്ദ പിർസ ഹുദൈബിയ സന്ധിയുടെ ടൈമിൽ ഹുദൈബിയ സന്ധി ചരിത്രത്തിൽ വലിയൊരു സംഭവം ഇത്തിണ്ട്. ആ ഹുദൈബിയ സന്ധിയുടെ ടൈമിൽ മക്കത്തെ മുശ്രിക്കുമാർ വന്ന് നബിയൊട്ടിക്കുള്ള സഹാബികളെ പിർസു നോക്കിയിട്ട് അങ്ങ് അജബായി പോയാർ, അങ്ങ് ആശ്ചര്യമായി പോയാർ. ഉറുവ മുശ്രിക്കിൽപ്പെട്ട ഒരാള് അയാള് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൊട്ടിಗೆ സഹാബികളെ കാട്ടി പിർസ നോക്കിയിട്ട് അങ്ങനെ ആൾമാരൊട്ടിಗೆ പോയിട്ട് ചൊല്ലുറേ യാ അയ്യു ഖൗമി ഏ എൻ്റെ സമൂഹമേ വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂകി വവഫത്തു അലാ കിസ്റ വഖൈസർ വനജാശി. വല്ലാഹ് അല്ലാഹു ഇതിക്ര സത്യ എത്ര എത്ര രാജാക്കന്മാരെന്ന് പറഞ്ഞാ പോയിരെ കിസ്റ കൈസർ അതേപോലെ നജാശി വലിയ വലിയ രാജാക്കന്മാരെന്നു നാ പോയിട്ട് നിன்றே. വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്ത് യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ മുഹമ്മദ് നബിയുടെ അനുയായിമാർ കാട്ടറെ ആദരവും ബഹുമാനവും പിർസ ಬೇರೆ ഒരു മലക്കുമാരൊട്ടിക്കും ಬೇರೆ ഒരു രാജാവുമാരൊട്ടിക്കും അങ്ങനെ അനുയായിമാർ കാട്ടിയത് നാം നമ്മുടെ ജീവിതത്തിൽ നോക്കി തിക്കാല അത്തര ആദരവും അത്തര ബഹുമാനിത്തിക്കറേ. ഇൻ യഖ്തിമു ഇൻ യന്തഖിബു നുഖാമതൻ ഇല്ലാ വഖഅത് ഫീ കഫി റജുലിൻ മിൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തുപ്പിയ സാത്തക്ക് ആ തുപ്പിനേർ നിലത്തേക്ക് പോകുന്നില്ല ಅಂತ ആരും കൈക്ക് പോയിട്ട് പോകുന്നോയിട്ട് ഫദലക ബിഹാ വജഹു വജിൽദഹു. ആ തുപ്പിനേർ ആ മുഖത്തും അതേപോലെ അങ്ങനെ തടിക വർഷു ഇന്നാറ്. വൈദാ അമറഹും ഇബ്തദറു അംറഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ ഒരു കൽപ്പന ആക്കിണ്ടായെങ്കിൽ നബി എന്തേ ഒന്ന് ചൊല്ലിണ്ടായെങ്കിൽ അതിലപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കൊണ്ടുവരുക കോശിഷാക്കി ഇന്നാറ്. വൈദാ തവദ്ദഅ കാദു യഖ്തതിലൂന അലാ വദൂഇഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വദൂആക്കിയ സാത്തുക വദൂര തന്നിಗೆ എടുക്കുകയിട്ട് അങ്ങ് റഷായി ഇന്നാറ് അങ്ങ് അടിമുടി ഇന്നാറ്. അതിൽ പിന്നെ വൈദാ തകല്ലമ ഖഫദു അസ്വാതഹും ഇൻദഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ ഒന്ന് പൽക്കറിഞ്ഞ സാത്തുക ഒരു
ഒരു തൂസിനകത്ത് പോയി കേട്ടെങ്കിൽ എങ്ങനെ സൈലന്റ് ഇരിക്കുക അതുപോലെ അങ്ങ് സൈലന്റ് ആയും തിന്നാറ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് അങ്ങനെ കണ്ണ് വെച്ച് തന്നെ നോക്കുകയില്ലാത്ത ആദരവ് കാരണ ബഹുമാന കാരണ അത്തരത്തോളു സഹാബിമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ആദരിച്ചാർ. നബിയെ അത്തര പിർസാക്കി ജೊತೆ ചരിത്രത്തിൽ നമുക്ക് ആറ് മക്കത്തെ മുശ്രിക്കരങ്ങമെ ചൊല്ലത് നമുക്ക് കാണാൻ സാധ്യമാണ്. ആ അത്ര വലിയ പിർസ നമുക്കിണ്ട് വന്നറ നബിയെ ജന്മദിനാചരണ അങ്ങാക്കാത്ത ആചരണ അങ്ങാക്ര എന്റെ നമുക്ക് നബിയുടെ മേൽ പിർസില്ല സഹാബിനാക്കിയിട്ടില്ല. ആ സഹാബിന എത്ര പിർസാക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ അങ്ങാക്കാത്ത പിർസത്തെ ഒരു കടുക് മണിരത്ര പിർസ നമുക്കിക്കാല അത്ര വലിയ പിർസൈത്തിന്ത് സഹാബിനക്ക് ഉണ്ടായിരുന്നുള്ളത് നമുക്ക് കാണുക സാധ്യവും അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ മദീനത്തിലേക്ക് ഹിജ്റ പോയി. മക്കത്തെ മദീനത്തിലേക്ക് ഹിജ്റ പോയപ്പ ഫസ്റ്റ് അവിടെ സ്റ്റേ ആയിരെ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഔത്തിലേക്ക്. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു നബി വന്നപ്പനെ ആ വണ്ട മുട്ടുകുത്തിയ ജാഗ അവിടെ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അവ അത് ആ വണ്ട മുട്ടുകുത്തിയപ്പ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഭയങ്കര ഖുശിയായിട്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ സാമാൻ നബിയുടെ എന്തെല്ലാം വസ്തുണ്ട് അതെല്ലാം എടുത്ത് ഓടി പോയി തീർത്തിട്ട് ഔത്തുറുൽക വെക്കിരെ നബി നണ്ട ഔത്തുറു ദയിക്കിരല്ലേ ചൊല്ലവാ ഒരു ഖുശിൽ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റട്ടി അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ചൊല്ലറെ നബിയെ നിങ്ങ മേൽ ദയിക്കു നാ കീൽ ദയിക്കിര നിങ്ങ മേൽ ദയിക്കു ജണ്ട തട്ടറെ ആവೈ ತಿಂತ നിങ്ങ മേൽ ദയിക്കു നിങ്ങ മേൽ സ്റ്റേ ആവു നാ കീൽ ഇക്കര. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറെ വേണ്ട അബൂ അയ്യൂബ് വേണ്ട മേൽ ദച്ച സാത്തക്ക് ആൽമാരെല്ലാം നന്നെ നോക്കോ ಬಂಡಾರ ನಂದೆಲ್ಲರೂ ಕಿಟ್ಟೋಗು ಬಂಡಾರ. ಅಪ್ಪ ಅಂಕ ಮೇಲುವರೆಗೂ ಕಷ್ಟವು ನಾ ಕೀಲ್ ದೈಕಿರ ನಿಂಗ ಜಂಡಾಲ್ ಮೇಲ್ ದೈಕು ನೀನು ನಿಂದೆ ಪೆನ್ಯಾಯಿ ನಿಂಗ ಜಂಡಾಲ್ ಮೇಲ್ ದೈಕು. ಅಪ್ಪ ಅಬೂ ಅಯ್ಯೂಬ್ ಅಲ್ അൻസാരി റളിയല്ലാഹു അൻഹു നബിയെ നന്റെ മനസ്സ് കേൾക്കില്ല നബിയെ നിങ്ങ കീലും നിങ്ങളെ മേൽ നാണും നിങ്ങളെ തലയുടെ മേൽ നന്റെ കാലിക്കരമ അത് ഓർക്കും സാധ്യല്ല നബിയെ നന്റെ മനസ്സ് അത് അംഗീകരിക്കില്ല നിങ്ങ മേലു പോರು ചൊಂತು. ആ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ചൊല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറെ വേണ്ട നിങ്ങ മേൽ നിൽക്കും അങ്ങനെ ഗത്യന്തര ഇല്ലാണ്ട് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അമ അബൂ അയ്യൂബ് അൽ അൻസാരി പിന്നെ മേൽ ദയിക്കിരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കീഴിലേക്ക് ഒരു നാൾ ജാവു അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ചൊല്ലറെ ഒരു നാൾ ജാവു അങ്ങ വലിയ ഒരു ഡ്രമ്മിൽ വെച്ച് തിന്ന തന്നി വലിയ ഒരു ഡ്രം തോൾഡ ഡ്രം ಐತಿಂತ ആ ഡ്രമ്മിൽ വെച്ച് തിന്ന തന്നി ആ തോಲು ಅದು പൊട്ടിത്ത് ഇടി തന്നി ഒൽಗಿತ್ತು ആ മേൽ ഒൽಗಿತಾ ಹೊತ್ತಿಗೂ ಇಂಕೆಂದಾಕುಗಾಯಿಲ್ಲ ಇಂಗೆಂದಾಕ್ಯಾರು ಅವರೊಟ್ಟಿಗೆ ಇನ್ನೆ ഒരു ಒಲ್ಲಿ ഒരു പട കാലി ഒരേ ഒരു പടന്നെ അതിലെ അതിൽ നിന്ന് എല്ലാം മങ്ങ എല്ലാം ഒപ്പി എടുത്തിട്ട് ക്ലീൻ ആക്കിയാർ. എന്തിന് അങ്ങ ಬೇಗ ಬೇಗ ആക്കിയാർ എന്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ ഒരു ഇത്ത് സമയത്ത് ഇത്താണ്ടെ നബിക്ക് ഉപദ്രാവോ തീരാ ചൊല്ലുക ഉദ്ദേശ അല്ലേ. അത്ര തോലു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ആദരിച്ചും ബഹുമാനിച്ചും ഇന്നേ സഹാബിമാർ അത്ര തോൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പിർസാക്കി ഇന്നേ സഹാബിമാർ. ആ സഹാബിമാർ ഒരു ചരിത്രം നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവരെ പിർസ എന്തിട്ട് നമുക്ക് കാണും. സയ്യിദ് റളിയല്ലാഹു അൻഹു ഹുബൈബ റളിയല്ലാഹു അൻഹു കൊല്ലുക പോണ്ട സന്ദർഭ ചരിത്രത്തിൽ നമുക്ക് കേട്ടതായ സംഭവ അല്ലേ. സയ്യിദ് റളിയല്ലാഹു അൻഹു ഹുബൈബ റളിയല്ലാഹു അൻഹു ശത്രുമാർ പിടിച്ചിട്ട് അതേ പാസിയാക്കുക അങ്ങനെ കൊമ്പോണ്ട സന്ദർഭത്തിൽ സയ്യിദ് റളിയല്ലാഹു അൻഹു ഒട്ടിಗೆ അബൂ സുഫിയാൻ അന്ന് മുശ്രിക്കൈത്തിരുന്നു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നെ ഇസ്ലാമിലേക്ക് വന്നു. അപ്പോൾ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു കേൾക്കരെ അതുഹിബ്ബു അന്ന മുഹമ്മദൽ ആന ഇൻദ മകാനക യുദ്റബ ഉനുഖഹു വഅന്നക ഫീ അഹ്ലിക്. സയ്യിദ് നിന്റെ നാണ് കുട്ര നീ നിന്റെ കുടുംബത്തിൽ പോയിട്ട് ദേ ആ നിന്റെ കുടുംബത്തിൽ വെച്ചിട്ടിക്കും നിന്റെ ഈ സ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ಬಂತು ನಿಂದ್ರೆಂಗಿ ನಿಕ್ಕದು ಇಷ್ಟ ಆവുല്ലേ നിക്കത് ഖുശിയാവുല്ലേ മുഹമ്മദ് നബി നിന്റെ സ്ഥാനത്തിൽ നിൽക്കും അതേപോലെ നീ നിന്റെ കുടുംബത്തിൽ പോയിട്ട് ദീക്കും. അപ്പൊ സയ്യിദ് റളിയല്ലാഹു അൻഹു അബൂ സുഫിയാന്റെ മുഖത്ത് നോക്കി ചൊല്ലറേ വല്ലാഹ് അല്ലാഹു തിക്ര സത്യ മാ ഉഹിബ്ബു അന്ന മുഹമ്മദനിൽ ആന ഫീ മകാനി الذي هو فيه تصيب شوكة واني جالس اهلي അല്ലേ. അപ്പൊ സയ്യിദ് റളിയല്ലാഹു അൻഹു ചൊല്ലറേ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോ ഉള്ള ജാഗയിൽ ഒരു മുള്ളു തറക്കിയ സമയത്ത് ഞാൻ എന്റെ കുടുംബത്തിൽ വെച്ച് നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു മുള്ളു തറക്കിയ സമയത്ത് പിന്നല്ലേ പാസിയാക്കു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാ വിട്ടു കൊടുക്കറേ. ഒരു മുള്ളു തറക്കിയ സമയത്ത് എനിക്ക് ഇഷ്ടമല്ല. ഇത് കേട്ടിട്ട് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ചൊല്ലറേ, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഹമ്മദിനെ അനുയായിമാർ ഇഷ്ടപ്പെട്ട പോലെ ഒരാളും ഇഷ്ടപ്പെട്ടത് നാം നോക്കി നിൽക്കാല അല്ലേ. ആ മുശ്രിക്കായ ശത്രുവായി അണ്ട് ശത്രുവായി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ചൊല്ലറേ, നബിയെ പോലെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുയായിമാരുടെ പോലെ നബിയെ അനുസരിച്ച് നബിയെ ഇഷ്ടപ്പെട്ട ഒരാളും ನನ್ನ ಲೈಫಲ್ಲಿ ನನ್ನ ಜೀವನದಲ್ಲಿ ನಾನು ಕಿತ್ತಿಕ್ಕಾರೆ. ಅದೈತೆ ಇಂದು ಸಹಾಬಿರಗಳ ಪಿರ್ಸ. ಆ ಪಿರ್ಸ ಅದೆಂದ್ರೆ അങ്ങനെ ജീമത്താണ്ടി യാറ അങ്ങനെ എല്ലാ താണ്ടി യാറ അലി റളിയല്ലാഹു അൻഹു കേട്ടാ നീ എങ്ങനെ നബിയെ പിർസാക്കി വന്നാർ. അലി റളിയല്ലാഹു അൻഹു ചൊല്ലറേ, കാന മുഹിബ്ബു അലൈനാ കാന മുഹിബ്ബു ഇലൈനാ മിൻ അംവാലിനാ വഅഹ്ലിനാ വആബാഇനാ വഉമ്മഹാതിനാ. ഞങ്ങളുടെ ഉമ്മറാണ്ടി, ഞങ്ങളുടെ അബ്ബറാണ്ടി, ഞങ്ങളുടെ മക്കളെ കാണ്ടി, ഞങ്ങളുടെ സമ്പത്തറാണ്ടി, ഞങ്ങളുടെ ഫാമിലിയെ കാണ്ടി യാറ ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ಪಿರ್ಸಾക്കി വന്ന. അലി റളിയല്ലാഹു അൻഹു ചൊല്ലறது നമുക്ക് കാണാം. അതേപോലെ ബനു ദീനാർ ചൊല്ലെ ഗോത്രത്തെ ഒരു പെണ്ണ്, ബനു ദീനാർ ചൊല്ലെ ഗോത്രത്തെ ഒരു പെണ്ണിക. ആ പെണ്ണിലെ ചരിത്രം എത്ര? ഉഹുദ് യുദ്ധത്തെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർജിത്ത് ഒരു ബെർജകും ഒരു അപപ്രചാരക്കാർ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുമാർ കൊന്നാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ആ സന്ദർഭത്തിൽ ഈ ബനു ദീനാർ ഗോത്രത്തിൽപ്പെട്ട ഈ പെണ്ണിക എല്ലാ സ്വരം വിട്ടു ഓടിയവണ്ടി നബിയെ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട നബിക്ക് വഫാത്തായിട്ട നബി എന്തിനായിട്ട് ചൊല്ലു നോക്കൂ ബണ്ടി. ആ സന്ദർഭത്തിൽ ബാക്കിയുള്ള ആൾമാർ ഐവരട്ടിക്ക് ചൊല്ലറേ, നിന്റെ മാപ്പിള മരിച്ചിട്ട്. അപ്പ ഇവ കേൾക്കുന്ന മാ ഫഅല റസൂലുള്ളാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനായിട്ട്. നിന്റെ മോള് മരിച്ചിട്ട് മാ ഫഅല റസൂലുള്ളാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനായിട്ട്. നിന്റെ അപ്പ മരിച്ചിട്ട് മാ ഫഅല റസൂലുള്ളാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനായിട്ട്. നിന്റെ സഹോദര മരിച്ച മാ ഫഅല റസൂലുള്ളാഹ്, എല്ലാത്തിനും നിന്റെ സഹോദര, നിന്റെ അപ്പ, നിന്റെ മാപ്പിള ഈ നാലാളും മരിച്ചിട്ടും അയ്മ കേട്ടു ഇന്ന മാ ഫഅല റസൂലുള്ളാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനായിട്ട്, നബി എന്തിനായിട്ട്, നബിയെ കാട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കും പോയി തൈമര വെക്കിരെ നബിയെ കാട്ടറേ അയ്മകൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി തൈമ ചൊല്ലറേ, കുല്ലു മുസീബത്തിൻ ബഅദക ജുലൽ. നബിയെ എല്ലാ മുസീബത്തും നിങ്ങളെ പിന്നെ എത്തിക്കർ നബിയെ അല്ലേ. അതെത്തിക്കർ പിർസ സഹാബികളുടെ പിർസ. അത് അയ്മര മാത്രമല്ല, എല്ലാ സഹാബിമാരും അങ്ങനെ നീന്താർ. അങ്ങനെ ജീവനത്തെ അന്റിയാറ, അങ്ങനെ കുടുംബത്തെ അന്റിയാറ, അങ്ങനെ സ്വന്തത്തെ അന്റിയാറ എല്ലാം അല്ലാഹുവിന്റെ റസൂലെ എത്തിക്കറാൻ. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഹിജ്റ പോണ്ട സന്ദർഭ. ഹിജ്റ പോണ്ട സന്ദർഭത്തിൽ സുഹൈബ് റൂമി ആര് മക്കത്തിൽ വന്നപ്പോ എന്തുമില്ലാത്ത ഒരാൾ അല്ലേ, ദരിദ്രയിക്കുന്ന ഒരാൾ. മക്കത്തിൽ വന്നിട്ട് പിന്നെ കച്ചവടാക്കിയിട്ട് വലിയ സമ്പത്തുള്ള ഒരാളായിട്ട് ഐശ്വര്യമുള്ള ഒരാളായിട്ട് പിന്നെ അയാൾ വണ്ടി. അങ്ങനെ മക്കത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ട് സഹാബിമാരല്ല ഹിജ്റ പോണ്ട ടൈമിലും സുഹൈബ് റൂമി ഹിജ്റ പോണ്ട ടൈമിലപ്പ മക്കത്തെ മുശ്രിക്കുമാർ അയാളുടെ റൗണ്ടപ്പ് ആക്കിയ 40 ആൾമാർ അയാൾ റൗണ്ടപ്പ് ആക്കിയിട്ട് നിന്റെ വിടില്ല, ഹിജ്റ പോണത് വിടില്ല. ഈ മക്കത്ത് വന്ന് സമ്പത്തുണ്ടാക്കിയിട്ട് നിന്റെ സമ്പത്തിനൊട്ടിಗೆ ഹിജ്റ പോണതു ഞാൻ നിന്റെ വിടില്ല. അപ്പൊ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു അയാളുടെ മുതലുള്ള ബില്ല് എടുത്തിട്ട് കാട്ടി ചൊന്നതാ, ഇതിൽ 40 ബില്ലുണ്ട്. നിങ്ങൾക്ക് നാ വേണ, നന്റെ സമ്പത്ത് വേണ, നാ വേണുണ്ടായെങ്കിൽ ഈ ബില്ലിൽ നിങ്ങളെല്ലാവരും അടിച്ചുകൊള്ളുക. അതല്ല നന്റെ സമ്പത്ത് വേണുണ്ടായെങ്കിൽ ഇന്ന ആല മുട്ട ഇന്ന ജാഗല് നന്റെ സമ്പത്തുണ്ട് പോയിട്ട് എടുക്കുള്ളൂ. ഖുറൈശിമാർക്ക് അയാളുടെ കാട്ടി യാർ മുഖ്യ അങ്ക് സമ്പത്ത് വേണമായി. അങ്ങനെന്താക്കിയാറ് അയാളുടെ മുട്ടാറ് സമ്പത്തിനൊക്കെ ഓടിയാറ്. സുഹൈബ് റൂമി എന്തും ഇല്ലാണ്ട് ആ മക്കത്തെ മദീനത്തേക്ക് ഹിജ്റ പോണ്ടേ അല്ലേ. വലിയ വലിയ ഐശ്വര്യത്തിൽ നിന്ന് വലിയ സമ്പത്തുള്ള ഒരാൾ ഐറ്റിന് അയാൾ എന്തുമില്ലാണ്ട് സീറോ, ഒരു സമ്പത്ത് ഒരു റുപ്പ ഇല്ലാണ്ട് അയാൾ മക്കത്തെ മദീനത്തേക്ക് പോണ്ടേ. മദീനത്തേക്ക് പോയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ നോക്കി ചൊല്ലറേ, റബീഹ യാ അബാ റബീഹൽ ബൈഉ യാ അബാ യഹ്യ, റബീഹൽ ബൈഉ യാ അബാ യഹ്യ. നല്ല ലാഭത്തെ കച്ചവട യാ അബാ യഹ്യ. അബൂ യഹ്യ ചൊല്ലത് അയാളുടെ വിളിപ്പേരെത്തിക്കുന്നത്. അബൂ യഹ്യ നല്ല ഒരു
ലാഭമുള്ള കച്ചവടാക്കിയിട്ട് നീ വന്ന, ലാഭമുള്ള കച്ചവടാക്കിയിട്ട് നീ വന്ന. ആ ചരിത്രത്തെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്, വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർദാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അല്ലാഹുവിന്റെ അടിമമാരിൽ കുറേ ആൾമാരുള്ളാറ് അവരെ സ്വന്തത്തെ അങ്ങ് വിട്ടിട്ട് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വന്നങ്ങ അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് കൊടുക്കണേ. സഹാബികളാണ് അങ്ങനെ നബിക്കും അല്ലാഹുവിന് വേണ്ടിയിട്ട് ദീനിന് വേണ്ടിയിട്ട് അങ്ങ് എന്തും ത്യജിച്ചു, എന്തും ത്യാഗാക്കു റെഡി എന്നാണ് ചൊല്ലുതെത്തിക്കല് ചരിത്രത്തില് ഞങ്ങൾക്ക് കാണുമ്പോൾ സാധ്യം. ആ ഒരു പിർസ ഞങ്ങളെ പിർസ എന്തിന് ഞങ്ങളെ പിർസത്തെ ത്യാഗയാക്കി പോയി ഞങ്ങൾ എവിടുള്ള പിന്നമാ നമ്മ നബിദിന ആചരണാക്കു അത് നബിയുടെ പിർസ ആക്കാത്ത നബിയുടെ പിർസ ഇല്ലാത്ത ചൊല്ലേ അല്ലേ? ആചരണാക്കണ്ടേ സഹോദരന്മാരെ, ചിന്തനാക്കണ്ടേ. കാബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, കാബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് ചാനായിട്ട് എല്ലാ രീതിയിലും അനുസരിച്ച് ജീവിച്ച ഒരു സഹാബി. ആ സഹാബിയുടെ ചരിത്രം നിങ്ങൾ കേട്ടാ. ഖൈബർ യുദ്ധത്തിന് പോവാത്ത സബലു ആ സഹാബിക്ക് ദുനിയാവിൽ വെച്ചിട്ട് ചെറിയ ഒരു ശിക്ഷ വന്നു അല്ലേ? ഖൈബർ യുദ്ധത്തിന് അയാൾക്ക് പോണകായില്ല, പോണകാവാത്തപ്പ റിട്ടേൺ ಬಂತು റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേടുത്ത് എന്തേ ഖൈബർ യുദ്ധത്തിന് വരാത്തെ? കാബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബിയെ കാരണൊന്നും ഇല്ല, നന്റെ ഹവത്തിലും നന്റെ ദേഹച്ചര അടിസ്ഥാനത്തിലേക്ക് നാ വരാൻ വെച്ചേ. അപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലേ, നിന്റെ വിഷയത്തിൽ അല്ലാഹു ഒരു തീരുമാനം എടുക്കാണ്ട് നക്കിയെന്നും ചൊല്ലവാവില്ല. അങ്ങനെ അല്ലാഹു ഒരു തീരുമാനമുണ്ട്. എന്തൊരു തീരുമാനം? 44 ഒരാളും അയാളൊട്ടിಗೆ കൊണ്ടുപോകുത്തീരാ, അയാൾ സലാം മടിക്ക് സലാം ഇട്ടെങ്കിൽ സമയത്ത് സലാം മടക്കൂത്തീരാ. എത്ര നാള്? 40 നാള് അല്ലേ? 1-2 നാളല്ല, 40 നാള് ഒരാളും അയാളൊട്ടി പൽക്കരില്ല. കാബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലേ, നാ പള്ളിക്ക് പോണ്ട ആൾമാര് മുഖം നോക്കുற ആൾമാര് അങ്ങനെ മുഖത്തിരിക്കുക. ഞാൻ ഒരാളൊട്ടിಗೆ സലാം ഇട്ട നന്റെ എല്ലാ തണ്ടി ಬೆಸ್ಟ್ ಫ್ರೆಂಡ್ ಆಯ್ತು ಅಬು ಕತ್ತಾದರೊಟ್ಟಿಗೆ ನಾನು ಸಲಾಂ പോയിട്ടിട്ട. അബു കത്താദ സലാം മടക്കില്ല, മടക്കൂ ഇല്ല അല്ലേ? ഞാൻ ಚೆನ್ನಾಗಿ നോക്കണം. നമുക്കിപ്പോ ഈ ലോക്ക്ഡൌണിൽ നമുക്ക് അനുഭവം ഇത്തല്ലേ, നമുക്ക് കുടുംബത്തങ്ങ ഈ സമയത്തിన్నారు അല്ലേ? ഒരാളും റായത്തിൽ ഇന്തു ഒരാളും പരിഗണിക്കില്ല, ഒരാളും നോക്കില്ല, ഒരാളും കെയർ ആക്കില്ല. എന്താ അവസ്ഥ? ഞങ്ങളിപ്പോ ഇങ്ങനെ പള്ളിക്ക് വേണ്ട, ഒരാളും ഞങ്ങൾ നോക്കില്ല, ഞങ്ങൾ കെയർ ആക്കില്ല, ഞങ്ങൾ പൽക്കരില്ല, സലാം ഇട്ട സ്ഥലത്ത് സലാം എടുക്കില്ല. ഒരാൾ സലാം എടുക്കില്ലെങ്കിൽ എത്ര ബേജാറാണ്. ഇത് റായത്തങ്ങ് ഒരാളും എന്താവും അവസ്ഥ, എങ്ങനാവും അവസ്ഥ അല്ലേ? ആ ടൈമിലെത്തിക്ക് ഗസ്സാൻ രാജ ഒരു ലെറ്റർ പണ്ടി ആർക്ക് കാബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു ലെറ്റർ പണ്ടി. കാബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ലെറ്റർ പണ്ടി എന്തൊരു ലെറ്ററിനുള്ളിൽ ആ ലെറ്റർ എഴുതി നോക്കുമ്പോൾ മുല്ലെന്തരെ ഫഇന്നഹു ഖദ് ബലഗന അന്ന സാഹിബക ഖദ് ജഫാ. ദാ വിഷയം നമുക്ക് കിട്ടിയത്, നിന്റെ സാഹിബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നിന്റെ കൈമുട്രാജത്ത് നമുക്ക് വിഷയം കിട്ടിയത്. വലം യജഅലക അല്ലാഹു ബിദാരിൻ ഔനിൻ വലാ വലിയ. നീനിങ്ങനെ നിന്നെയായിട്ട് ആരോടും എല്ലാവരുടെയും നിസ്സാരമായിട്ട് ജീവിക്കുന്നുണ്ട് നിനക്ക് അല്ലാഹു വിധിച്ചിട്ടില്ല. ഫൽ ഹഖ് ബിന, ഞങ്ങളൊട്ടിಗೆ വാ, ഞങ്ങൾ നിന്റെ സഹായത്തിലേക്ക് എല്ലാ സൗകര്യവും നിനക്ക് തണ്ട. ഞങ്ങൾ എന്തിനാക്കത്ത അല്ലേ? ഞങ്ങൾ എന്തിനാക്കത്ത ഒരാളും ഞങ്ങളെ കേറാക്കണ്ട. ഒരു രാജാവ് വിളിക്കരുത്, ഒരു സാധാരണ ഏതോ ഒരു റായത്താളല്ല, ഒരു രാജാവ് വിളിക്കരുത്. അപ്പൊ കാബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇതും അല്ലാഹുവിന്റെ ഒരു പരീക്ഷണ ചൊല്ല് വിചാരിച്ചിട്ട് ആ കത്തറെ ആ ലെറ്ററിനെ കൊണ്ടുപോയിട്ട് അടുപ്പുറെ തീയിട്ടിട്ട് കത്തുവാട്ടി വിട്ടു. ഇല്ല, അല്ലാഹുവും റസൂലിനെ വിട്ടിട്ട് ഒരു കളിയില്ല. ജീവനത്തിൽ എന്ത് ത്യാഗാക്കും റെഡിയില്ല. അല്ലാഹുവും റസൂലെ എത്തിക്കര് തന്റെ ജീവനത്തിൽ എല്ലാ തന്റെ വലിയ ആ ഒരു പ്രഖ്യാപന അതീതിക്കുന്ന സഹാബിരംഗ സഹോദരന്മാരാ, അതീതിക്കുന്ന സഹാബിമാർ അങ്കുല്ല പിർസ നങ്കുണ്ടവണ്ട്, അങ്കില്ലാത്ത പിർസ നങ്കുല്ലമാ. എന്തൊരവസ്ഥ? അങ്ങനെ വിധിനാക്കിയാറ, അങ്ങനെ വിധിന ആചരണാക്കിയാറ ഇല്ല. അപ്പൊ അങ്കില്ല പിർസ നങ്ക് പിർസുല്ലേ. എന്തൊരവസ്ഥ? അവിടെ എത്തിക്കര് അങ്ങനെ പിർസം ഞങ്ങളെ പിർസം നാം മനസ്സിലാക്കുമല്ലോ. എല്ലാ രീതിയിലും അങ്ങ് ത്യാഗാക്കിയ ഞങ്ങളുടെ ജീവിതത്തിൽ എന്റെ ഒരു നാട്ടു നടപ്പും അതേപോലെ സുന്നത്ത് എതിരാമത്തും ഞങ്ങൾ യാറെ പ്രിഫറൻസ് കൊടുക്കുന്നത് നാട്ടു നടപ്പ് അല്ലെ? റായത്തെ നടപ്പ്, റായത്തെ പരമ്പര സുന്നത്തിക്ക് അത്ര വലിയ വിഷയത്തില്ല. ഞങ്ങൾ അങ്ങനത്തെ അവസ്ഥയിലുണ്ട്. ഏത് വിഷയം എടുത്ത് നോക്കി, ഇപ്പോൾ മയ്യത്തെ വിഷയം എടുത്ത് നോക്കി അങ്ങനെ കാണി, മയ്യത്തെ വിഷയം എടുത്ത് നോക്കി അങ്ങനെ കാണി.
ಆ ರಾಯತ್ತಂ ಎಂದ್ರೆ ಚೊಲ್ವಾ ಇತರ ಮಹರು ಕೊಡ್ತೆಂಗೆ ಮಗಿಲಾಗ್ತದೆ ಅಲ್ಲೇ ಸ್ವಂತ ಮೋಂಡೆ ಮಗಿಲಾಕು ಸಮೇತ ಹಬ್ಬ ಮಾರಡಿಲ್ಲ ಇತರ ಮಹರು ಅವನು ಸ್ವಂತ ನೈಚಿತು ಕೊಡ್ಕೊಂಡು ಆನಲ್ಲ ಬುಲೂಗತ್ತೆಯಲ್ಲಿ ಪಿನ್ನ ಆ ಅಪ್ಪಗೆ ಬಾಧ್ಯತೆ ಉಂಟು ಮೋಂಡೆ ಮಗಿಲಾಕಿ ಕೊಡ್ಕುರುದು പെൺമക്കളെ നിങ്ങൾ ജാഗ്രത ആക്കുക ആൺമക്കളെ നമുക്ക് ജാഗ്രത ആക്കുമല്ലോ അല്ലേ പെൺമക്കളെ മങ്ങിലാക്കി കൊടുക്കുക ആൺമക്കള് അതങ്ങ് സ്വന്തം കച്ചവടാക്കി നയിച്ചിട്ട് പിന്നെ അങ്ങ് മങ്ങിലാവും അങ്ങനല്ല ഇസ്ലാം പഠിപ്പാട്ടിന്റെ ബുലൂഗത്തിൽ പിന്നെ അബ്ബ മോണ് മങ്ങിലാക്കി കൊടുക്കണം ഇനി ഓർത്ത കച്ചവടം ഇന്നെങ്കും സമയത്ത് മങ്ങിലാക്കി കൊടുക്കില്ല എന്തൊരു അവസ്ഥ അങ്ങനത്തെ അവസ്ഥ എന്റെ ഞങ്ങളുടെ പ്രായത്തിൽ ആയി വരും അവൻ ചോട്ടെ ഞാൻ മഹർ തെല്ലു കൊടുക്കുക ഇല്ല ഇത്ര കൊടുത്തെങ്കിൽ മാത്രമേ മങ്ങിലാക്കി കൊടുക്കൂ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾ റായത്തിന് സംജാതെ ഇല്ല സഹോദരന്മാർ അങ്ങനെ ഓർക്കും ആവത്തീര റായത്തങ്ങളല്ല ഞങ്ങൾ നോക്കറേ സുന്നത്തെ എത്തിക്കൊണ്ട് ഞങ്ങൾ നോക്കണായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സുന്നത്ത് അല്ലേ അതേ തിക്കറ് നാം മനസ്സിലാക്കുള്ളൂ റായത്ത് ഇത്തറാള് ഞങ്ങൾ ഒരു മകിഴ്ത്തി വിളിച്ചില്ലാണ്ടായെങ്കിൽ അർസ അവനൊട്ടി അർസ സ്വന്തം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സാഹചര്യം വിളിച്ചു ഇല്ല സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് എന്തിരക്കാല സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഇന്നലെ നാ മകിലായ നബി അപ്പൊ വലിമെപ്പ എന്റെ വനിൽത്തി വിളിച്ചിട്ടില്ലാന്ന് കേട്ടല്ല വലിമെപ്പാണ്ട് കേട്ട് അപ്പൊ ഇങ്ങനല്ല സുന്നത്തിന് യാതൊരു നമുക്ക് പ്രിഫറൻസ് കൊടുക്കും ഞങ്ങൾ റായത്തെ നടപ്പ റായത്തെ ആചാരമല്ല ഞങ്ങൾ നോക്കണം എല്ലാത്തിനും യാറ് നമുക്ക് മുഖ്യമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന് ഞങ്ങൾ ಯಾರ ಪ್ರಾಮುಖ್ಯತೆ ಕೊಡ್ತು ನಂಗೆ ಜೀವಿಸಂಟಾಗಿ ನಂಗೆ ಅದರೊಂದು ವಿಜಯ ಉಂಟು ನಂಗೆ ದುನಿಯಾವು ಆಖಿರು ಲಾಭ ಐತಿಕ್ಕದ ಚೊಳ್ಳು ವಿಷಯ ನಂಗೆ ಮನಸ್ಸಿಲಾಗ್ತದೆ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ನಗಳೆಲ್ಲರೂ ಅನುಗ್ರಹಿಸಲಿ. الحمدلله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد الله رسول ചുറ്റുചിരിക്കും ചന്തു എനർക്ക് ഞാൻ നിങ്ങളുടെ വസിയത്താക്കറ ഉപദേശിക്കറ അല്ലാഹു ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ചൊല്ലുന്ന വിഷയ സഹാബിമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ചൊമ്മത്തെ രീതിയിൽ പിരസാക്കിയ അങ്ങനെ ജീവത്തെ യാറ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഇഷ്ടപ്പെട്ട ആ ഇഷ്ടത്തിക്ക് നമ്മവർക്കും എത്തില്ല. ಅದಕ್ಕಲ್ಲೇ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚಂದ್ರೆ ಲಾ ತಸುಬ್ಬು ಅಸ್ಹಾಬಿ, ನನ್ನ ಸಹಾಬಿಮಾರನಿಗೆ ದೂರಂಡ, ನನ್ನ ಸಹಾಬಿಮಾರನಿಗೆ ದೂರಂಡ. ಕಾರಣ ಫವಲ್ಲದಿ ನಫ್ಸಿ ಬಿಯದಿಹಿ, ನನ್ನ ನಫ್ಸು ಆರ ಕೈಲುಂಡು ಅವನೇ ತಿಕ್ಕರ ಸತ್ಯ, ಅಲ್ಲಾಹು ತಿಕ್ಕರ ಸತ್ಯ. ലൗ അന്ന അഹദുകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബൻ, നിങ്ങൾ കൂട്ടത്തിൽ ഒരാൾ ഊഹുദ് ഗുഡ്ഡരത്ര ബംഗാർ നിങ്ങ ദാനാക്കിയെങ്കും മാ അദ്റക മുദ്ദ അഹദിഹിം വലാ നസീഫഹു, സഹാബിമാർ ഒരു കൈയിൽ കൊടുക്കറേ എന്റെ ഒരു ധാന്യ ഒരു കൈ ആവട്ടെ പാതി കൈ കൊടുക്കുന്ന ധാന്യത്തിക്ക് എത്തില്ല അല്ലേ. നന്റെ സഹാബിമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി നന്റെ സഹാബിമാർ അങ്ങ് ഒരു മുദ്ദു ചൊന്നെങ്കിൽ ഇത്ര ഈ കയ്യിൽ കൊടുക്കുന്ന ഒരു ധാന്യ അല്ലെങ്കിൽ പാതി ധാന്യ പാതി കൈ ധാന്യ ഇത്ര കൊടുക്കുന്നത്ര നിങ്ങ ഒരു ഗുഡ്ഡ ഊത് ഗുഡ്ഡരത്ര ബംഗാറ് കൊടുത്തെങ്കും അവിടെ എത്തില്ല. അത്ര വലിയ ശ്രേഷ്ഠത്തെ സാഹബിനെ കൊണ്ടു, അത്ര വലിയ മഹത്വ സാഹബിനെ കൊണ്ടു അല്ലേ. ആ സാഹബിനെ ആക്കാത്ത ആചാരം ഞാൻ എന്തുകാക്കും? ആ സാഹബിനെ ഇല്ലാത്ത ആ സാഹബിനെ പഠിപ്പാട്ടി തരാത്തത് ഞാൻ എന്തുകാക്കും? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലുറേ, മൻ കാന മിൻകും മുസ്തന്നൻ ഫല്യസ്തന്ന ബിമൻ ഖദ് മാത. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു തെരു പിടിക്കാറുണ്ടായെങ്കിൽ അങ്ങ ഇതാ മരിച്ചുപോയ സഹാബികളെ തെരു പിടിക്കട്ടെ. ഉലൈക അസ്ഹാബു മുഹമ്മദിൻ, അമൈതിക്റാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർ, അമൈതിക്റാർ ബുദ്ധിയുള്ളവ, അമൈതിക്റാർ നിങ്ങളെ കണ്ടിയാർ അല്ലാഹു പേടിക്കലങ്ങ, അമൈതിക്റാർ ഫുഖഹാക്കന്മാർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. അപ്പൊ നമുക്ക് ഒരു തെരു ഞങ്ങൾ പോണു, ഒരു മാർഗത്തിൽ പോകണ്ടേ, അത് സഹാബികളുടെ മാർഗത്തിൽ ഞങ്ങൾ പോകണം. സഹാബികൾ ഒരു ആയത്തും ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കിയാൽ ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോയിട്ടായെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗുണ്ടു, അല്ലാണ്ടായി നരകത്തിൽ പോയി തെത്തറാച്ചുള്ള വിഷയ ഗൗരവമായി തറഞ്ഞിട്ട് അകലാട്ടി വലിയ ബിർസ നമുക്കില്ല. അങ്ങ് അത്ര വലിയ ബിർസ കാട്ടിടാറ് അത്രയ്ക്ക് എത്തവും ഞങ്ങൾ കോശിഷാക്കണം.
അതേ ഞങ്ങൾ ആക്കുകൊള്ളി, അതേ ഞങ്ങൾ പരിശ്രമാക്കുകൊള്ളി. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പിർസാക്കരെ സഹാബിമാരുടെ കൂട്ടത്തിൽ സ്വർഗ്ഗത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് എല്ലാ തപ്പും മാഫാക്കി തരണം. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗിയായിട്ടുള്ള ആൾമാർ രോഗത്തെ അല്ലാഹു ശിഫയാക്കി കൊടുക്കണം. ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചുപോയ ആൾമാർ ഞങ്ങളെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കണം. ഞങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കണം. ഞങ്ങളെ പരലോകത്തെ അല്ലാഹു വെളിച്ചാക്കി കൊടുക്കണം. ഞങ്ങളെല്ലാവരും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. أقم الصلاة.